ഇന്ന് ഓശാന ഞായർ, നോമ്പ് കാലത്ത് ഉയർപ്പിന് മുന്നേയുള്ള ഞായറാഴ്ച. ഇന്ന് പുലർച്ചെ പള്ളിയിലേക്ക് മഴയത്തായിരുന്നു ഓട്ടപ്പാച്ചിൽ. ഇത്തവണ ഓശാന മഴയത്തായതുകൊണ്ട് കുരുത്തോലക്ക് പോരും എല്ലാവരും കുടയായിരുന്നു ഉയർത്തിപ്പിടിച്ചത്. ഇത്തവണ രാവിലെ നല്ല മഴയായിരുന്നു. അങ്ങനെ കുർബാനയും കഴിഞ്ഞ് കിട്ടിയ കുരുത്തോലയായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഈ കുരുത്തോല പെരുന്നാളിന്റെ പുറകിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഈശോ പെസഹ ആചരിക്കുന്നതിനായി ജെറുസലേമിലേക്ക് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഒരു രാജകീയ പ്രവേശനം നടത്തി. അപ്പോൾ അവിടെ ചുറ്റിലും കൂടിയിരുന്നവര് കുരുത്തോല വീശി ദാവീദിന്റെ പുത്രന് ഓശാന എന്ന പാടി യേശുവിനെ വരവേറ്റു എന്നുള്ളതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ ഓശാന. പിന്നെ ഈ കുരുത്തോല കൈ കിട്ടിയ അത് മടക്കി ഒരു കുരിശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇതിനി നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇത് ഉണങ്ങി ഇത് കത്തിച്ചതിന്റെ ചാരമാണ് നമ്മൾ നോമ്പ് തുടങ്ങുമ്പോൾ നെറ്റിയിൽ പൂശുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ഒരു കൊഴുക്കട്ട തന്നെയാണ്. ഈ ദിവസത്തെ കൊഴുക്കുട്ട പെരുന്നാളെന്ന് പറയാട്ടോ. പിന്നെ ഈ കൊഴുക്കുട്ടയുടെ പിറകിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ലാസറിനെ ഉയർപ്പിച്ച ശേഷം ഈശോ വീട്ടിലേക്ക് വരുമ്പോൾ ലാസറിന്റെ സഹോദരിമാര് മാവ് കുഴിച്ച് ഒരു പലഹാരം ഉണ്ടാക്കി യേശുവിന് വിരുന്നൊരുക്കുന്ന പറയുന്നത്. ആ ഒരു പലഹാരമാണ് ഈ കൊഴുക്കുട്ട എന്ന വിശ്വാസം. കൊഴുക്കുട്ടയും കഴിച്ച് ഞാനിപ്പോൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഇനി എൻ്റെ അമ്മ ഉണ്ടാക്കിയ കൊഴുക്കട്ട കൂടി ഒന്ന് കഴിക്കണം. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി എൻ്റെ അമ്മ ഉണ്ടാക്കിയ കൊഴുക്കട്ട കൂടി കഴിച്ചപ്പോഴേക്കും ഹാപ്പിയായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓരോ കിലോ ഇറച്ചിയും വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലേക്ക്. ഞായറാഴ്ച ചോറിന് ഇറച്ചിക്കറി ഇല്ലാണ്ട് എന്താ ആഘോഷം? അപ്പോൾ ബൈ.